നമസ്കാരം. മധ്യപ്രദേശിൽ അധികാരത്തിലേറി 2 ആഴ്ച തികയുന്നതിന് മുൻപ് തന്നെ മോഹൻ യാദവിന്റെ നേതൃത്വത്തിലുള്ള BJP ഭരണകൂടം സംസ്ഥാനത്തിന്റെ ചിലവുകൾക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് 2000 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഈ വായ്പ എടുക്കലിലൂടെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേറ്റിയതിൽ അവിടെ ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ വഹിച്ച ചില പദ്ധതികൾ, അദ്ദേഹം നടപ്പിലാക്കിയ ചില ജനപ്രിയ ജനക്ഷേമ പദ്ധതികളൊക്കെ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. എന്തായാലും ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ വാഗ്ദാനവും നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ മികച്ച പ്രകടനം മധ്യപ്രദേശിൽ കാഴ്ചവെച്ചതും അതിന്റെ ഫലമായി തന്നെയാണ് മധ്യപ്രദേശിലെ ജനങ്ങൾ BJPക്ക് അവിടെ അധികാര തുടർച്ച നൽകിയതും. പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ സ്ഥാനം ഒഴിയുമ്പോൾ പുതുതായി വന്ന സർക്കാരിന് വേണ്ടി 4 ലക്ഷം കോടിയോളം രൂപയുടെ ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലാഡ്ലി ബഹന പോലെയുള്ള ചൗഹാന്റെ വളരെ ജനക്ഷേമപരമായ പദ്ധതികൾ അവർക്ക് അവിടെ സീറ്റ് തൂത്തുവാരുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, BJPയെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ വലിയ ചിലവാണ് സർക്കാരിന് വരുത്തി വെച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലിരിക്കുന്ന സമയത്ത് പോലും 5000 കോടി രൂപ ഉൾപ്പെടെ 2023 മാത്രം ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ 44,000 കോടി രൂപയാണ് ആ സമയത്ത് കടമെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ജനക്ഷേമപരമായ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമോ എന്നുള്ള ആശങ്ക കൂടി മധ്യപ്രദേശിലുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും വഴിവെക്കേണ്ടതില്ല. മറിച്ച് ലാഡ്ലി ലക്ഷ്മി യോജന പോലെയുള്ള ഒരു പദ്ധതിയും തങ്ങൾ നിർത്തലാക്കില്ല എന്ന ഉറപ്പ് കൂടി BJP നൽകുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കുന്നുണ്ട്. കാരണം മധ്യപ്രദേശിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും 40,000 രൂപയുടെ കടബാധ്യതയോടുകൂടിയാണ് ജനിച്ചു വീഴുന്നതെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. പക്ഷേ കോൺഗ്രസിനോട് BJPയുടെ മറുപടി എന്തെന്നാൽ, നിങ്ങൾ ഈ കടത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, മറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് ആദ്യം പഠിക്കൂ എന്നാണ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ദ പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുൻ കോൺഗ്രസ് സർക്കാരുകളും ഇതിലും അധികം കോടി രൂപ വായ്പ എടുത്തിരുന്നുവെങ്കിൽ പോലും അതൊന്നും അവർ വികസനത്തിന് ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒന്നും കണക്കുകൾ പുറത്തു വരാത്തതെന്നുകൂടി BJP നേതൃത്വം പറയുന്നുണ്ട്. എന്തായാലും ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ ചെയ്ത, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ചില ക്ഷേമ പദ്ധതികൾ അതൊക്കെ സർക്കാരിന് വലിയ കടം വരുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികാരത്തിലേറി 2 ആഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ 2000 കോടി രൂപ വായ്പ എടുക്കേണ്ട ഗതികേടിലേക്ക് മധ്യപ്രദേശിന്റെ സർക്കാർ വീണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.